ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൾമാസ്റ്റർ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ക്ലാസ് 10 SSLC മാത്സിൻ്റെ ആൻസർ കീ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് സിൻസ് ആംഗിൾ പി ഈക്വൽ ടു 110 ഡിഗ്രി ഈസ് ഗ്രേറ്റർ ദാൻ 90. സോ പി ഈസ് ഇൻസൈഡ് ദ സെമി സർക്കിൾ. ആംഗിൾ ക്യൂ 80 degree which is less than 90, so it is outside the semicircle. ഇനി രണ്ടാമത്തതാണ്, അത് മീഡിയൻ ഹീമോഗ്ലോബിൻ ലെവൽ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഫസ്റ്റ് അസെൻഡിങ്ങോ ഡിസെൻഡിങ്ങോ ഓർഡറിൽ എഴുതാം. ഞാനിപ്പോൾ അസെൻഡിങ് ഓർഡറിലാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ 7 അപ്പോൾ 7 + 1/2 8/2 എന്ന് കിട്ടും. ഫോർത്താണ് മീഡിയൻ പൊസിഷനായിട്ട് വരുന്നത്, അപ്പോൾ 12.9. ഇനി മൂന്നാമത്തതാണ്, അത് സീക്വൻസ് ചെയ്താനാണ് എ പറഞ്ഞിട്ടുള്ളത്. ബി കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. അപ്പോൾ എ വരുന്നത് 4, 8, 12 അങ്ങനെയാണ്. ഡി 8 - 4 4 എന്നാണ് കോമൺ ഡിഫറൻസ്. ഫോർത്ത് വൺ പ്രോബബിലിറ്റി കാണാനുള്ളതാണ്. അപ്പോൾ ഇത് റെക്റ്റാങ്കിൾ ആയിട്ട് കൺസിഡർ ചെയ്താൽ നമുക്ക് ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് സ്ക്വയർ ചെയ്താൽ നമുക്ക് ഷെയ്ഡഡ് പാർട്ടിൻ്റെ പ്രോബബിലിറ്റി കിട്ടും. അപ്പോൾ 2 × 5 ഡിവൈഡഡ് ബൈ 5 × 5 = 10/25, ഇല്ലെങ്കിൽ 2/5 എന്നോ എഴുതാം. ഇനി അഞ്ചാമത്തത് മാർക്ക് ചെയ്യേണ്ടതാണ് ഗ്രാഫ് പേപ്പറിൽ. അതെങ്ങനെ നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടത്. പിന്നെ ഡിസ്റ്റൻസ് 3 യൂണിറ്റ് ആണ് വരുന്നത്. ഇനി ആറാമത്തത്, രേണുകേൻ്റെ ഏജ് x ആയിട്ട് എടുത്താൽ അജയിൻ്റെ ഏജ് x+10. പിന്നെ ബീൻ്റെ ആൻസർ അവരുടെ ഏജ് വരുന്നത്, ഏജ് ഓഫ് രേണുക 8 വരുന്നത്. അതേപോലെ അജയ് 8 + 10 അപ്പോൾ 18 ഇയർ. ഏഴാമത്തത് അറിയുമല്ലോ, അത് ആ റെക്റ്റാങ്കിൾ 4 സെൻറ്റിമീറ്ററും 3 സെൻറ്റിമീറ്ററും എടുത്തിട്ട് റെക്റ്റാങ്കിൾ വരച്ചിട്ട് സെയിം ഏരിയയിലെ സ്ക്വയർ വരയ്ക്കാൻ. അപ്പോൾ അത് അറിയുന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു സ്കെച്ച് പോലെ കൊടുത്തതേ ഉള്ളൂ. ഇനി എട്ടാമത്തതാണ്. എട്ടാമത്തേൽ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ മതി. എ ബിൻ്റെ സ്ലോപ്പും ബി സിൻ്റെ സ്ലോപ്പും നോക്കുക. അപ്പോൾ ആ 2 സ്ലോപ്പ് ഈക്വൽ ആണെങ്കിൽ നമുക്ക് പറയാം ഹെൻസ് ദിസ് പോയിന്റ്സ് ആർ ഇൻ ദ സെയിം ലൈൻ എന്ന് പറയാം. ഇനി ഒമ്പതാമത്തതാണ്, അത് xn 4n + 1 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ കോമൺ ഡിഫറൻസ് വരുന്നത് 4 ആണ്. ഫസ്റ്റ് ടേം വരുന്നത് 4 + 1 5. പിന്നെ റിമൈൻഡർ നമുക്ക് ഈ ടേംസ് ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1 ആണ്. ഇനി പത്താമത്തത് ആംഗിൾസ് കണ്ടുപിടിക്കാനാണ്. ഈ എ ബി സിൻ്റെതും അതേപോലെ ആംഗിൾ QOR. അതിൽ ആംഗിൾ QOR 360 - 100 + 110 ചെയ്യുമ്പോൾ നമുക്ക് 150 ഡിഗ്രി എന്ന് കിട്ടും. ആംഗിൾ എ 80 ഡിഗ്രി എന്ന് കിട്ടും. ആംഗിൾ ബി 70 ഡിഗ്രി. ആംഗിൾ സി 30 ഡിഗ്രി. 11ാമത്തത് എ പ്രോബബിലിറ്റി ഓഫ് മൾട്ടിപ്പിൾ ഓഫ് 4 ആവാനാണ് 1 to 50. ബി അതിൽ മൾട്ടിപ്പിൾ ഓഫ് 6 ആവാൻ. സി പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് 4ഉം 6ഉം ആവുന്നത് 1 to 50 എത്രയുണ്ട് അതിൻ്റെ പ്രോബബിലിറ്റിയാണ്. എൻ്റെ ആൻസർ വരുന്നത്, നമുക്ക് ടോട്ടൽ 50 എന്നറിയാം. അപ്പോൾ പ്രോബബിലിറ്റി എൻ്റെ ആൻസർ വരുന്നത് 12/15. ബിൻ്റെ ആൻസർ വരുന്നത് 8/50. സിൻ്റെ ആൻസർ വരുന്നത് 4/50. 12ാമത്തത് ടാൻജൻറ്റ് വരക്കാനാണ്. അതിൽ എ വരുന്നത് 2 ടാൻജൻ്റ് ആണ് ഒരു പോയിന്റ് നിന്ന് വരക്കാൻ പറ്റുന്നത്. പിന്നെ വരക്കാൻ അറിയാലോ, ഞാനൊരു സ്കെച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി 13ാമത്തതാണ്, അത് 8, 14, 20 എന്നുള്ള കുറച്ച് അരിത്തമാറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ 25 ടേം ആണോ ചോദിച്ചിട്ടുണ്ട് എ. ബി ചോദിച്ചത് 144 ടേം ആണോ എന്നാണ്. സി ചോദിച്ചത് ഇതിൽ പെർഫെക്റ്റ് സ്ക്വയർ ഇല്ല എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ റിമൈൻഡർ നോക്കുക, അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഇങ്ങനെയാണ് ആൻസർ വരുന്നത്. ഇനി 14ാമത്തതാണ്, അതിൽ കോർഡിനേറ്റ് ഓഫ് പിയും ക്യൂവും കണ്ടുപിടിക്കാനാണ് എ പറഞ്ഞത്. ബി പറഞ്ഞത് ഡിസ്റ്റൻസ് ആണ് ക്യൂവും പിയും തമ്മിലുള്ളത്. ആൻസർ വരുന്നത് പിൻ്റെ കോർഡിനേറ്റ് 5, 4 എന്ന് വരും. കാരണം മിഡ് പോയിന്റ് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ആ ഒരു ഇക്വേഷൻ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. ക്യൂവിൻ്റെ കോർഡിനേറ്റ് വരുന്നത് 6, 6 ആണ്. പി ക്യൂവിൻ്റെ ഡിസ്റ്റൻസ് വരുന്നത് നമുക്ക് √(x1 - x2) + y1 - y2) എന്നുള്ള ഇക്വേഷൻ വെച്ച് ചെയ്യുമ്പോൾ √5 യൂണിറ്റ് എന്ന് കിട്ടും. ഇനി 15ാമത്തത് ഒരു
സർക്കിളിൻ്റെ റേഡിയസ് 50 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു സെക്ടർ എടുത്തിട്ട് കോൺ ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമുക്കറിയാം സർക്കിളിൻ്റെ റേഡിയസിനെ ആയിരിക്കും സ്ലാൻഡ് ഹൈറ്റ് ഓഫ് കോൺ, ദാറ്റ് ഇസ് 15 സെൻറ്റിമീറ്റർ. ബീൻ്റെ ആൻസർ ബേസ് റേഡിയസ് വരുന്നത്. സീൻ്റെത് കേർവ്ഡ് സർഫസ് ഏരിയ ഓഫ് കോൺ ആണ്, അത് πr_l വരുന്നത്. അത് ഇക്വേഷൻ വെച്ച് ചെയ്യുമ്പോൾ x/360 = r/l എന്നുള്ള ഇക്വേഷൻ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് 5 സെൻറ്റിമീറ്റർ ആണ് ബേസ് റേഡിയസ് കിട്ടുന്നത്. കേർവ്ഡ് സർഫസ് ഏരിയ πr_l വെച്ച് ചെയ്യുമ്പോൾ 75 പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഇനി 16ാമത്തതാണ്, അത് റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നമ്മൾ sin 49 എടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് ഒരു സൈഡ് കിട്ടും, അതേപോലെ cos 49 എടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് മറ്റൊരു സൈഡും കിട്ടും. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഒരു സൈഡ് 6.75 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. PQ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതേപോലെയാണ് ഞാൻ പറയുന്നത്. PQ കിട്ടുന്നത് 5.94 സെൻറ്റിമീറ്റർ. ഇനി 17ാമത്തതാണ്, അതിൽ A Dൻ്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാനാണ്. B BGയുടെ ലെങ്ത്ത്, C കോർഡിനേറ്റ് ഓഫ് B ആൻഡ് E കണ്ടുപിടിക്കാനാണ്. അതിൽ Dൻ്റെ കോർഡിനേറ്റ് -4 0 വരും, BGൻ്റെ ലെങ്ത്ത് 2√3, C Bൻ്റെ കോർഡിനേറ്റ് 2√3 വരും, Eൻ്റെ -2 -2√3. ഇനി 18ാമത്തതാണ്. അപ്പോൾ നമ്മൾ നമ്പർ x ആയിട്ട് എടുത്താൽ x² = 12 + x വരും. അത് നമ്മൾ x = -b + or -√b² - 4ac / 2a എന്നുള്ള ഇക്വേഷൻ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടും. 4ഉം -3 ആണ് നമ്പേഴ്സ് വരുന്നത്. 19ാമത്തത് ഇക്വേഷൻ തന്നിട്ടുണ്ട്, ഒരു പോളിനോമിയൽ തന്നിട്ടുണ്ട്. p of x = x² - 5x + 6 എന്നുള്ളത്. അപ്പോൾ p of xൻ്റെ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ് ആയിട്ട് 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ് ആയിട്ട് എഴുതാനാണ് പറഞ്ഞത്. പിന്നെ B പറഞ്ഞത് സൊല്യൂഷൻസ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നമുക്ക് 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആയിട്ട് x - 2 × x - 3 എന്ന് എഴുതാം. സൊല്യൂഷൻസ് എക്സിന് 2 എന്നും വരും, x 3, 2ഉം 3 ആണ് സൊല്യൂഷൻസ്. ഇനി 20ാമത്തതാണ്, അത് ഡയമീറ്ററിൻ്റെ റേഷ്യോ 5:3 എന്ന് തന്നിട്ടുണ്ട്. ഇനി റേഷ്യോ ഓഫ് റേഡിയെ കണ്ടുപിടിക്കാനാണ്. പിന്നെ സർഫസ് ഏരിയൻ്റെ റേഷ്യോ, പിന്നെ ഒരു ഹെമിസ്ഫിയറിൻ്റെ ഏരിയ 100 സെൻറ്റിമീറ്റർ തന്നാൽ മറ്റേ ഹെമിസ്ഫിയറിൻ്റെ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. റേഷ്യോ ഓഫ് റേഡിയെ 5:3 എന്ന് കിട്ടും, ഏരിയൻ്റെ റേഷ്യോ 25:9 എന്ന് കിട്ടും. ആൻഡ് ഒരു ഹെമിസ്ഫിയറിൻ്റെ സർഫസ് ഏരിയ 100 ആയി എന്ന് പറഞ്ഞാൽ 25 × 4 ആണ് 100. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ഏരിയൻ്റെ കൂടെ × 4 ചെയ്താൽ 36 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും അനദർ ഹെമിസ്ഫിയറിൻ്റെ സർഫസ് ഏരിയ വരുന്നത്. ഇനി 21ാമത്തതാണ്, ആംഗിൾ ഡി വരുന്നത് 55 ഡിഗ്രി ആണ്, ആംഗിൾ എ വരുന്നത് 40 ഡിഗ്രി, ആംഗിൾ പി വരുന്നത് 85 ഡിഗ്രി. ഇനി 22ാമത്തതാണ്, അത് ട്രയാങ്കിൾ വരച്ചിട്ട് ഇൻസർക്കിൾ വരക്കാനാണ്. അപ്പോൾ ഏകദേശം ഒരു സ്കെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ റേഡിയസ് എഴുതാനും ഇൻറേഡിയസ് എഴുതാനും പറഞ്ഞിട്ടുണ്ട്. 1.7 ആ ഒരു ഇതിലാണ് കിട്ടുന്നത്. അപ്പോൾ ആംഗിൾ ബൈസെക്ടർ എടുത്തിട്ടാണ് വരയ്ക്കേണ്ടത്. ഇനി 23ാമത്തതാണ്, അത് എയിൽ പറയുന്നത് എത്രാമത്തെ അല്ലെങ്കിൽ എത്രാമത്തെ വർക്കറിൻ്റെ ആയിരിക്കും ഏജ് മീഡിയൻ ആയിട്ട് വരുന്നത് എന്നാണ്. ബി ചോദിച്ചത് മീഡിയൻ ഏജ് എന്തിയെന്നാണ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, അതായത് വേജ് എന്നാണ് ഇവിടെ കൊടുത്തത്, നമുക്കിവിടെ ഏജ് എന്നാണ് തന്നത്. അപ്പോൾ ഏജ് ആണോ വേജ് ആണോ എന്ന് കറക്റ്റ് അറിയില്ലല്ലോ. എന്തായാലും വേജ് ആയിരിക്കാൻ ചാൻസ് ഇല്ല, അപ്പോൾ ഏജ് തന്നെയാണ്, അത് പ്രശ്നമില്ല, നിങ്ങൾ എങ്ങനെ എഴുതിയാലും. അപ്പോൾ ഫസ്റ്റ് തന്നെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ചെയ്താൽ അപ്പോൾ നമുക്ക് 17th വർക്കറാണ് മീഡിയം പൊസിഷൻ വരുന്നത് കിട്ടും. അപ്പോൾ സബ് ഡിവിഷൻ എല്ലാം കണ്ടുപിടിച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് 37.5 ആണ് x17 അല്ലെങ്കിൽ 17th വർക്കറിൻ്റെ ഏജ് വരുന്നത്. ഇനി 24ാമത്തതാണ്. 24ാമത്തത് ഈ തന്ന പോലത്തെ ഫിഗർ വരയ്ക്കാൻ. പിന്നെ പറഞ്ഞിട്ടുള്ളത് ഹൈറ്റ് ഓഫ് ദ ടവർ കണ്ടുപിടിക്കാൻ. സി പറഞ്ഞത് ഡിസ്റ്റൻസ് ടു ദ കാർ ഫ്രം ടവറിൽ നിന്ന് കാറിലേക്കുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ റഫ് ഫിഗർ ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ ഹൈറ്റ് ഓഫ് ദ ടവർ 45:45:90 വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് 100 മീറ്റർ ആണ് ടവറിൻ്റെ ഹൈറ്റ് കിട്ടുന്നത്. പിന്നെ tan 65 ഡിഗ്രി വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് 214 മീറ്റർ ആണ് ഡിസ്റ്റൻസ് കിട്ടുന്നത് കാറിലേക്കുള്ളത് ടവറിൽ നിന്നും. ഇനി 25ാമത്തതാണ്, അത്
തേർഡ് ടേം 26 എന്ന് തന്നിട്ടുണ്ട്. 8th ടേം 16 എന്നും തന്നിട്ടുണ്ട്. 61 എന്നും തന്നിട്ടുണ്ട്. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. പിന്നെ പറഞ്ഞത് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ, പിന്നെ ഓൾജിബ്രിക് ഫോം കണ്ടുപിടിക്കാൻ, പിന്നെ ഫസ്റ്റ് 15 ടേംസിൻ്റെ സമ്മ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഫസ്റ്റ് കോമൺ ഡിഫറൻസ് ആണ്. അത് വരുന്നത് 7, ഫസ്റ്റ് ടേം വരുന്നത് 12, പിന്നെ ഓൾജിബ്രിക് ഫോം xn is equal to dn plus f minus d വെച്ച് ചെയ്യുമ്പോൾ 7n plus 5 എന്ന് കിട്ടും. സം ഓഫ് 15 ടേംസ് 61 ഇൻറ്റു 15 ചെയ്യുമ്പോൾ 915 എന്ന് കിട്ടും. ഇനി 26ാമത്തത് എയിൽ ആൻസർ വരുന്നത് ലാറ്ററൽ സർഫസ് ഏരിയ 2aയിൽ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് 1040 cm² എന്നാണ് കിട്ടുന്നത്. പിന്നെ ബി ആൻസർ വരുന്നത് ഹൈറ്റ് h² is equal to l² minus a/2² വെച്ച് ചെയ്യുമ്പോൾ 24 cm എന്ന് കിട്ടും. സി ഫസ്റ്റ് വോളിയം കണ്ടുപിടിക്കണം. 1/3 a² h വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് 3200 cm³ എന്ന് കിട്ടും. അത് 3.2 ലിറ്റർ ആണ്. ഇനി 27ാമത്തതാണ്. അതിലെ ആംഗിൾസ്, ഇത് ഈ സെമി സർക്കിളിൽ ഉള്ള ആംഗിൾസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ആംഗിൾ ബി എ സി വരുന്നത് 180 minus 125 is equal to 55 ഡിഗ്രി ആണ്. ബി ആംഗിൾ എ സി ബി 90 ഡിഗ്രി, സി ആംഗിൾ എ സി ഡി 125 ഡിഗ്രി, ഡി ആംഗിൾ എ ബി ഡി 55 ഡിഗ്രി. ഇനി 28ാമത്തതാണ്. അതിൽ എയിൽ ചോദിച്ചത് 3ഉം 4ഉം, അതായത് 3, 4 എന്ന് പറയുന്ന ഒരു പോയിന്റ് ഈ ഒരു ലൈനിലുണ്ടോയെന്നാണ്. പിന്നെ ബി ചോദിച്ചത് എക്സ് കട്ട് ചെയ്യുന്ന വൈ കട്ട് ചെയ്യുന്ന അടുത്തുള്ള കോർഡിനേറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. എക്സിൽ 3ഉം വൈയിൽ 4ഉം ഇട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഇക്വേഷനിലേക്ക് ഇട്ട് ചെയ്യുമ്പോൾ നമുക്ക് 0 തന്നെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് 3, 4 എന്ന് പറയുന്ന ഒരു കോർഡിനേറ്റ് ആ ഒരു ലൈനിലെ പോയിന്റ് ആണ്. പിന്നെ എക്സ് ആക്സിസിൽ കട്ട് ചെയ്യുമ്പോൾ വൈ കോർഡിനേറ്റ് 0 ആയിരിക്കുമല്ലോ. അപ്പോൾ വൈ കോർഡിനേറ്റ് 0 വെച്ചിട്ട് ആ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എക്സ് 1 എന്ന് കിട്ടും. അപ്പോൾ 1, 0 ആണ് കോർഡിനേറ്റ് വരുന്നത്. പിന്നെ വൈ ആക്സിസിനെ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ആ ഇക്വേഷനിലേക്ക് എക്സിന് പകരം 0 ഇട്ട് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് വൈ is equal to -2 എന്ന് കിട്ടും. അതായത് പോയിന്റ് 0, -2. 29ാമത്തത് എ വരുന്നത് സെക്കൻഡ് ടേം വരുന്നത് 6, തേർഡ് ടേം വരുന്നത് 12, ബി 2, 4, 8, 16 എന്നുള്ളതാണ് ജിയോമെട്രിക് സീക്വൻസ് ആയിട്ട് വരുന്നത്. സി വരുന്നത് 4 ആണ്. ഡി വരുന്നത് 27 × 3 81. ഇത്രയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.